ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വചനം ശ്രദ്ധിച്ചിരിക്കണം. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ എന്ത് ചെയ്തു? ഉറക്കെ പറഞ്ഞേ. മോചിപ്പിച്ചു. ഇൻടു ഫ്രീഡം വി ഹാവ് ബീൻ ഡെലിവേർഡ്. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. ഒരു മിനിറ്റ്. വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. ക്രിസ്തു എന്തിലേക്കാണ് നമ്മളെ മോചിപ്പിച്ചേ? ഉറക്കപ്പറ. സ്വാതന്ത്ര്യത്തിലേക്ക്. ശ്രദ്ധിച്ചു കേട്ടോണം. യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി ഈശോ വാഗ്ദാനം ചെയ്തതാണ് നമുക്കൊരു സ്വാതന്ത്ര്യം. ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യം മാത്രമല്ല, മനസ്സിൻ്റെ സ്വാതന്ത്ര്യം മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഒരു സ്പിരിച്വൽ ആത്മീയ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി ദൈവമക്കളായ നമുക്ക് സ്വർഗം തന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. ഇനി അച്ഛൻ്റെ ഒരു ചോദ്യം, എന്തിൻ്റെയൊക്കെ അടിമത്തത്തിൽ നിന്നാണ് യേശു നമ്മെ സ്വാതന്ത്ര്യരാക്കിയത്, സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചത്? അല്ല, ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞു, സ്വാതന്ത്ര്യം തന്നു എന്ന് പറഞ്ഞു. അല്ല, നമുക്കറിയാം 1947 എന്നാ സംഭവിച്ചേ? സ്വാതന്ത്ര്യം കിട്ടിയത്. അല്ലേ? ഇപ്പൊ സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 അപ്പൊ നമ്മൾ പറയും ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി. എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി? ആരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി? പറ. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. കണ്ടോ? അതിനു മുമ്പ് എന്തിൻ്റെയോ അടിമയായിരുന്ന ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ മറ്റെന്തിൻ്റെയോ അടിമത്തത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കി എന്നൊരർത്ഥം കൂടി അതിലുണ്ട്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ യേശുക്രിസ്തു എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ എന്തിൻ്റെയൊക്കെയോ അടിമത്തത്തിലായിരുന്ന നമ്മളെയാണ് യേശു ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചത്. ഹല്ലേലൂയാ. ശ്രമമെടുത്ത് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അച്ഛൻ്റെ ചോദ്യം, നമ്മൾ എന്തിൻ്റെയൊക്കെ അടിമയായിരുന്നു? പാപത്തിൻ്റെ അടിമയായിരുന്നു, പിന്നെ പിശാചിന്റെ അടിമയായിരുന്നു, അല്ലേ? അത് ചിലരൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ. ഹല്ലേലൂയാ. പാപത്തിന്റെ അടിമയായിരുന്നു, പിശാചിന്റെ അടിമയായിരുന്നു, ലോകമോഹങ്ങളുടെ ജഡത്തിന്റെ അടിമത്തത്തിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞാൽ എടുത്തു നോക്കിയാൽ മതി. ആദ്യ മാതാപിതാക്കൾ ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം പിശാചിന് ബലികഴിച്ചപ്പോൾ സംഭവിച്ചത് പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോയി, പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ദൈവ സ്നേഹത്തിൽ നിന്നും പറുദീസായിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു. ഹല്ലേലൂയാ. ശ്രമത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി ദൈവം ആദ്യമാതാപിതാക്കൾക്ക് കൊടുത്ത സ്വർഗത്തിന്റെ അധികാരം, പറുദീസായുടെ അധികാരം, ആദ്യമാതാപിതാക്കള് പാപം മൂലം, അനുസരണക്കേട് മൂലം, ഒറ്റവാക്കി പറഞ്ഞ ദൈവത്തിന്റെ സ്വരം വിശ്വസിക്കായിക മൂലം പിശാചിന്റെ സ്വരം കേട്ട് അവന് അടിയറ വെച്ചു. ഈ അടിമത്തത്തിൽ നിന്നാണ്, ഈ ആദാമിക പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള മനുഷ്യന്റെ ഒരു പ്രവണതയുണ്ട്. വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ ജീവിതത്തിന്റെ ഒരാഗ്രഹമുണ്ട്. പാപത്തിലേക്കുള്ള ഒരു ചായ്വുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഈ വചനം പറയുന്ന എനിക്കും എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈ പാപത്തിലേക്കുള്ള ഒരു ചായ്വുണ്ട്. ജഡത്തിന്റെ പ്രേരണകളുണ്ട്, ലോകത്തിന്റെ സ്വാധീനങ്ങളുണ്ട്. ഈ സ്വാധീന വലയത്തിൽ നിന്നും യേശു ക്രിസ്തു അവന്റെ പരിശുദ്ധ രക്തം കാൽവരിയിൽ ബലിയായി, വിലയായി നൽകിയിട്ട് പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടും സ്വർഗത്തിന്റെ യേശുവിന്റെ അടിമയാക്കി സ്വർഗം നമ്മളെ മാറ്റി കാൽവരി കുരിശിൽ.
ശ്രദ്ധിച്ച് കേൾക്കുക, ശരിക്കും മനസ്സിലാക്കണം. കാരണം ചില മേഖലകളിൽ നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ഈ ഒരു ആത്മീയ രഹസ്യം മനസ്സിലാക്കണം. ഇനി ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ എന്ത് ചെയ്തു? മോചിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു കഴിഞ്ഞു. അടുത്ത വചനം എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. എന്തിലാണ് സ്ഥിരത വേണ്ടേ? പറ, ഉത്തരം പറ. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു എന്നെ മോചിപ്പിച്ചു. പള്ളിക്ക് പുറത്തുണ്ടായിരുന്ന എന്നെ കർത്താവ് എന്നെ പള്ളിക്കകത്തേക്ക് കയറ്റി. ഇപ്പൊ ഞാൻ പള്ളിക്കുള്ളില. എന്നിട്ട് കർത്താവ് പറയുന്നു, നീ സ്ഥിരതയോടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നേ? ആ വിശ്വാസത്തിലും ആ പ്രാർത്ഥനാ ജീവിതത്തിലും ആ വിശുദ്ധിയിലും ഈ ആലയത്തിനുള്ളിലും തന്നെ നിൽക്കണം എന്നുള്ള അർത്ഥമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ വചനം പറയുന്നത്, നീ സ്വാതന്ത്ര്യത്തിൽ തന്നെ നിൽക്കണം. ശ്രദ്ധിച്ചു കേട്ടോ, യേശുക്രിസ്തു അടിമത്തത്തിൽ നിന്നും നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവിൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. വചനം പറയുന്നു അടുത്തത്, അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയർ ആകരുത്. ഇനി അച്ഛൻ്റെ ഒരു ചോദ്യം, യേശുക്രിസ്തു എന്താണ് ഉദ്ദേശിച്ച് ചെയ്തത്? അടിമത്തത്തിലായിരുന്നു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് ഈശോ കൈപിടിച്ചുയർത്തി. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഇനി അടിമത്തത്തിന്റെ നുകത്തിലേക്ക് പോകരുത്. മനസ്സിലായല്ലോ? ഇനി മറ്റൊരു ചോദ്യം, അങ്ങനെയെങ്കിൽ പിശാച് എന്തായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാനിപ്പോ സ്വതന്ത്രനാണ്, ലോകത്തിന്റെ ഒന്നിനും എന്നെ സ്വാധീനിക്കാൻ പറ്റില്ല, ജഡത്തിന്റെ ഒന്നിനും എന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, പാപത്തിന്റെ ഒരു ചായ്വുകൾക്കും എൻ്റെ മേൽ അധികാരമില്ല, പിശാചിന്റെ ഒരു വഞ്ചനകൾക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ചു കൊടുക്കുന്നില്ല. ഞാനിന്ന് സ്വതന്ത്രനാണ്. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം, ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ യേശു ക്രിസ്തു നമ്മൾ സ്വാതന്ത്ര്യത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ മേഖലകളും, ശരീരത്തിന്റെ സ്വാതന്ത്ര്യം, മനസ്സിന് സ്വാതന്ത്ര്യം, ആത്മാവിന് സ്വാതന്ത്ര്യം, ഈ മൂന്ന് മേഖലയിലും സ്ഥിരതയോടെ ആ സ്വാതന്ത്ര്യത്തിലും ആ സന്തോഷത്തിലും ആ ഒരു ആത്മീയ അനുഭൂതിയിലും ആ സ്നേഹത്തിലും ആ വിശുദ്ധിയിലും തുടരണമെന്ന്, നിലനിൽക്കണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, അങ്ങനെയെങ്കിൽ പിശാച് എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? പറ, എടൂരുകാര് പറ. ഇത്ര അച്ഛൻ പറഞ്ഞു തന്നില്ലേ, ബാക്കി പറ. പറഞ്ഞോ, എന്തോ? തകർക്കാനും വഴിതെറ്റിക്കാനും. ശരിയാണ്. പക്ഷെ യേശു നമ്മളോട് ആഗ്രഹിച്ച് നമ്മൾ സ്വാതന്ത്ര്യത്തിലായിരിക്കണം എല്ലാ മേഖലകളിലും. അപ്പൊ പിശാചിന്റെ ലക്ഷ്യം എന്തായിരിക്കും? നമ്മളെ വീണ്ടും അടിമകളാക്കി ഇടണം. അതൊന്ന് ശരിക്കും പിശാച് വിജയിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അച്ഛനത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് അനേകം നല്ല വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നിട്ടും ഇന്ന് ചില ജീവിതത്തിന്റെ മേഖലകളിൽ അടിമത്തത്തിന്റെ നുകം വഹിക്കുന്നവരാണ് അനേകര് ജീവിതത്തിലുള്ളത്. അടിമയാ. ചിലവരുണ്ട്, അച്ഛാ എനിക്ക് എന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റണില്ല അച്ഛോ. പിന്നെ ആരാ നിയന്ത്രിക്കുന്നത്? പിന്നെ ആരാ? എനിക്ക് എന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാം. എന്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആരാ നിന്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നത്? പറ, ആരാ കൺട്രോൾ ചെയ്യണ്ടേ? അതാദ്യം പറ. ഞാനാണ് എൻ്റെ വികാരത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആത്മീയ കരുത്ത് എനിക്കുണ്ടാകണം. ഇപ്പോഴാണല്ലോ ഞാൻ ആത്മീയ കരുത്തുള്ളവനായി മാറുന്നത്.
ഇപ്പം ഞാൻ പറയും, എനിക്ക് എൻ്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചോ, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചോ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യുന്നത് പറയുന്നതെന്നൊന്നും അറിയില്ല ചോ. ഒരു പെങ്കുച്ച് പറഞ്ഞാൽ, എൻ്റെ അച്ഛോ എനിക്ക് ആ ദേഷ്യം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അമ്മയാണോ എന്നൊന്നും ഞാൻ നോക്കുകയില്ല, കൈ കിട്ടുന്നൊക്കെ എടുത്തിട്ട് എറിഞ്ഞ് പൊട്ടിക്കുക, അട്ടിക്കുക, തല്ലുക. ഇതെല്ലാം കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവൾ പെട്ടെന്ന് ശാന്തമായി. മമ്മിയുടെ അടുത്ത് പോയിട്ട്, മമ്മി സോറി, മമ്മി സോറി മമ്മി, ആ ദേഷ്യപ്പുറത്ത് ചെയ്താ മമ്മി, ആ സമയത്ത് അങ്ങനെ വന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ചെയ്താ. ചിലപ്പോൾ ഒറ്റ കീറിന് പല്ല് 4 താഴെ പോയെന്ന് വിചാരിക്കേ. സോറി പറഞ്ഞാൽ പല്ലെടുത്ത് വെക്കാൻ പറ്റോ? ഇല്ല അല്ലേ? പക്ഷെ പറയാം, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചോ. ആ സമയത്ത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല നിന്നെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് നിന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ ദൈവീകമായ വികാരങ്ങളായിരിക്കും നിന്നിൽ നിന്നും പുറപ്പെടുന്നത്. ദൈവീകമല്ലാത്ത വികാരങ്ങളാണ് പുറപ്പെടുന്നതെങ്കിൽ, വചനം പറയുന്നു, വൃക്ഷത്തെ അറിയുന്നത് ഫലത്തിൽ നിന്നാണ്. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, നിരാശയുടെ, ആകുലതയുടെ, സ്വയം ശപിക്കലിന്റെ, ആത്മഹത്യാ ചിന്തയുടെ, സംശയത്തിന്റെ, അലസതയുടെ, അശുദ്ധിയുടെ ഫലങ്ങളാണ് ഒരു വ്യക്തി പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ആ വ്യക്തിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ല. പ്രൈസ് ദി ലോർഡ്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയാ. പലതരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. അതരം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്രയോ പിള്ളേർ വന്നിട്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളായിട്ടുള്ള ഒത്തിരി പിള്ളേർ വന്നിട്ട് പറഞ്ഞു, ചാച്ചാ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിൻ്റെ ചില വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മൊബൈൽ എടുത്ത എപ്പോഴും ബ്ലൂ ഫിലിം തന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് തന്നെ. ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞ, അവൻ സ്ഥലത്തിന് പോവാണോ, ഇറങ്ങിപ്പോകുന്നൊന്നും അല്ലല്ലോ അല്ലേ? അന്ന് പൊക്കോ 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 പൊക്കോ, ബൈബിള് വായിക്കാൻ പറയുമ്പോൾ ഇറങ്ങി പൊക്കോളോട്ടാ. പൊക്കോ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പൊക്കോ. പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അതും ഇതൊക്കെ ആലോചിച്ച് ഇവിടെയൊക്കെ കാക്കേനെയും പോത്തിനെയും നോക്കി നിന്നേക്കരുത്. ഇവിടെ പറയുന്നത് കേട്ട് നിന്നോളാം. പുറത്തൊക്കെ നിൽക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഇതൊരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ. അവൻ വിവാഹം ഉറപ്പിച്ചു. ഇപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി കാരിസ്മയിലെ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം നമുക്കൊരു ഡെലിവറൻസ് പ്രാർത്ഥനയുണ്ട്, ഒരു വിടുതൽ പ്രാർത്ഥനയുണ്ട്. ഈ സൈറ്റൻ്റെ ബോണ്ടേജിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും യേശുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ദൈവവൈതലെ നമ്മൾ മോചിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു വിമോചന പ്രാർത്ഥന, ഒരു വിടുതൽ പ്രാർത്ഥന. ഈ പയ്യൻ വന്ന് പറഞ്ഞു, അച്ഛാ എൻ്റെ വിവാഹം ഉറപ്പിച്ചു, എനിക്ക് വേണ്ടി ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കണം. ഈ ഒരു വിഷയം മാത്രം അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, ബാക്കി ഒന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ വിഷയം അച്ഛൻ പ്രാർത്ഥിക്കണം. പിന്നെന്ന് വെച്ചാൽ പറഞ്ഞു, അച്ഛാ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കിപ്പോൾ 26 വയസ്സുണ്ട്, 14-15 വയസ്സിൽ തുടങ്ങിയതാണ് സ്വയംഭോഗം എന്ന് പറയുന്ന പാപം. അത് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വചനം പറയുന്നുണ്ട്, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു, മോനെ നിന്റെ കണ്ണുകളിൽ എവിടെയാ അശുദ്ധി വന്നേ, എന്നതാ നീ കണ്ടുകൊണ്ടിരിക്കുന്നത്? അച്ഛാ അതും 10-15 വർഷമായിട്ട് എൻ്റെ കൂടെപ്പിറപ്പ, പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അങ്ങാണ്ടൊക്കെയാണ്. അപ്പോൾ കമ്പ്യൂട്ടറായിട്ട് എപ്പോഴും ബന്ധമുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ ഇതിൽ അശുദ്ധി കാണാൻ തുടങ്ങിയത്. ജോലി ചെയ്യുന്ന സമയത്ത്, ഇൻ്റർവെൽ സമയത്തൊക്കെ അതിൽ നെറ്റ് ഓൺ ആകുമ്പോൾ വരുന്നതൊക്കെ ഇങ്ങനെ കുത്തി കാണാൻ തുടങ്ങി. ഉസ്താദ് പറയും, അച്ഛാ ഞാൻ വീട്ടിൽ കയറിയിരുന്ന വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പേഴ്സണൽ മുറിയുണ്ട്. മൊബൈലുമായിട്ട് എൻ്റെ മുറിയിലേക്ക് വന്ന അച്ഛൻ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല, രാത്രി 9:30-10 മണിക്ക് ഞാൻ മൊബൈൽ ഓണാക്കിയാൽ 12-1 മണി വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ. അവസാനം കണ്ട് പിന്നെ ഇന്നത്ത് വേറെ ഒന്നും ഇല്ലാതെ വന്നു കഴിയുമ്പോൾ അവസാനം ശരീരത്തിൻ്റെ പാപവും ചെയ്തിട്ടാണ് ഞാൻ പോയി കിടക്കുന്നത്. പിന്നെ അത് കുറ്റബോധമായി. അടുത്ത ദിവസങ്ങൾ എവിടെയെങ്കിലും കിട്ടുമ്പോൾ പോയി കുമ്പസാരിക്കും, എല്ലാം നിർത്തണം എന്ന് വിചാരിക്കും. പക്ഷേ അച്ഛൻ വൈകിട്ട് ഒരു 9:30-10 മണിയാകുമ്പോൾ വീണ്ടും ഞാനതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, പറ്റുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, നിനക്കന്ന് മൊബൈൽ മാറ്റി വെച്ചൂടെ? മൊബൈൽ എടുക്കുമ്പോഴേ പ്രശ്നം. മൊബൈൽ കോമൺ ആയിട്ട് ഏതെങ്കിലും മുറി വെച്ചിട്ട് നീ വാതിൽ പൂട്ടി നിന്റെ മുറി കിടക്ക്. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഒരു പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന, പാപത്തിന് പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനാദ്യം ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് ചില പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് ആ ബന്ധങ്ങൾ ദൈവം അനുവദിക്കുന്നതല്ല, നിർത്താൻ ആവശ്യപ്പെടുമ്പോൾ ആദ്യം പറയുന്ന കാര്യമാണ്, ആ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ളതിനെ ആദ്യം
പൂർണ്ണമായിട്ട് എടുത്ത് കളയണം. ബർത്ത്ഡേക്ക് മേടിച്ചു തന്ന ഗിഫ്റ്റുകള്, കയ്യിൽ അണിയിച്ചു തന്ന മോതിരങ്ങള്, ബർത്ത്ഡേ കാർഡുകള്, ആ വ്യക്തിയുടെ ഓർമ്മ മനസ്സിൽ തരുന്നതിനെ വരെ നമ്മൾ എടുത്ത് കളയണം. നിർബന്ധമുള്ള കാര്യമാണ്. അല്ല, നമ്മൾ പറഞ്ഞു വിടാറുണ്ട്. അപ്പൊ ഞാൻ നീ മൊബൈൽ മാറ്റി വെക്കി, അതല്ലിപ്പോ ചെയ്യുന്നേ. ഇപ്പൊ നിനക്കത് കൺട്രോൾ ഇല്ല, നിനക്കറിയാം നിനക്ക് കൺട്രോൾ ഇല്ലെന്ന്. നീ മൊബൈൽ എടുത്താൽ പാപം ചെയ്യും, നിനക്കറിയാം. വചനം തന്നെ പറയുന്നുണ്ട്, ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഇതുങ്ങളെ പുറത്താക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കഴിവൊന്നും അല്ല, വിജിലൻസിന് ഒരു കഴിവുമില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് നമ്മുടേതായ കഴിവ് കുറവും കഴിവുകേടുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ശുശ്രൂഷകരൊക്കെ ഞങ്ങൾ ബലഹീനം. അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കണം, ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാൻ തീരുമാനമെടുക്കണം. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ഈ പയ്യനെടുത്ത് പറഞ്ഞു, മോനെ നിനക്ക് ആ മൊബൈൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പോയി കിടന്നാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? അച്ഛനിത് പറയൂന്ന് എനിക്കറിയായിരുന്നു. അച്ഛാ, ഞാൻ 2 ദിവസം ട്രൈ ചെയ്തു, മൊബൈൽ അവിടെ വെച്ചിട്ട് ഞാൻ പോയി കിടന്നു. ഉറക്കം കിട്ടണ്ടേ, ഉറക്കം കിട്ടണ്ടേ? ഒരു 9:30 10:30 വരെയൊക്കെ ഞാൻ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന്, എന്നിട്ട് ഉറക്കം കിട്ടാഞ്ഞിട്ട് ഞാൻ വീണ്ടും മൊബൈലൊക്കെ പോയി അവിടെ പോയി എടുത്ത് വീണ്ടും തിരിച്ച് മുറിയിലേക്ക് വന്ന് കുറച്ച് നേരം കണ്ട് പാപം ചെയ്ത് കിടന്നു. കണ്ടോ എത്രമാത്രം അടിമത്തത്തിലാന്ന് നോക്കിക്കേ. അവൻ പറഞ്ഞു പറയാൻ, അച്ഛൻ എൻ്റെ വിവാഹം ഉറപ്പിച്ചു, എനിക്കറിയാം. ഞാൻ നെറ്റിൽ അടിച്ചു നോക്കി, ഞാൻ ഇൻ്റർനെറ്റുമായി ഒത്തിരി ബന്ധമുള്ളതുകൊണ്ട്, എപ്പോഴും കമ്പ്യൂട്ടറും മൊബൈലുമായിട്ട് വർക്കുള്ളതുകൊണ്ട് ഞാൻ നെറ്റിൽ അടിച്ചു നോക്കി. ദ ഡിഫക്ട്സ് ഓഫ് മാസ്റ്റർബേഷൻ, സ്വയംഭോഗത്തിൻ്റെ അതിലൂടെ വരുന്ന പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടാകാൻ വരെ സാധ്യതയില്ലെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെനിക്കറിയാം. ഏകാഗ്രത കിട്ടില്ലെന്നറിയാം, പഠിക്കാൻ പറ്റില്ലെന്നറിയാം, ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടില്ലെന്നറിയാം. ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛാ എനിക്ക് നിർത്താൻ പറ്റണില്ല. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ഇല്ല. മാതാപിതാക്കൾ വന്ന് പറയാം, പക്ഷെ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ഇല്ല, അവനൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിച്ചൊന്നും തലയ്ക്ക് തിരിക്കുന്നില്ലെന്ന് പറഞ്ഞ്. ശ്രദ്ധിച്ചോ, അങ്ങനെ ഉണ്ടെങ്കിൽ ചില മേഖലകളിൽ ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ബ്ലൂ ഫിലിം പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ശരീരത്തിന്റെ വിശുദ്ധി കളയുന്ന സ്വയംഭോഗം പോലത്തെ മേഖലകൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ മൊബൈലുമായിട്ട് അഡിക്ഷനുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രണയബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ അസാധ്യമാകുമാറ് ഏതെങ്കിലും മേഖലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളെ സൈറ്റൻ ഡൈവേർട്ട് ചെയ്തു. അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര പഠിച്ചാലും തലയ്ക്കകത്ത് കയറില്ല, മണിക്കൂറുകളിരുന്നാലും അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാചിന്റെ വഞ്ചനയിൽ നിന്ന് ദൈവമേ നീ പൊതിഞ്ഞ് നിന്റെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. നാട്ടിലാകാം, കേരളത്തിന് പുറത്താകാം, വിദേശത്താകാം, എവിടെയായിരുന്നുള്ളകട്ടെ, പിശാചിന്റെ വഞ്ചനകളിൽ നിന്നും എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് നിരന്തരം ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കണം. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയെ പിശാചിന് അടിമത്തത്തിൽ വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, എനിക്ക് നിയന്ത്രണമില്ലാത്ത എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നിർബന്ധിതമായി വീണു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പിശാചിന് അധികാരമുണ്ട്, ആധിപത്യമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാനൊരു ചെറിയ കാര്യം കേട്ടു, പെട്ടെന്ന് എൻ്റെ മനസ്സങ്ങോട്ട് തളരുക. അച്ഛാ എനിക്ക് എന്താണെന്നറിയില്ല, ചെറിയ കാര്യം കേട്ടാൽ മതി എൻ്റെ മനസ്സങ്ങോട്ട് തളർന്നു പോവാ. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റിയാല, ആ ദിവസം ഒരു കാര്യവും ചെയ്യാൻ പറ്റിയാല. രാവിലെ തന്നെയാണ് മനസ്സ് തളരുന്ന കാര്യം കേട്ടാൽ പിന്നെ ആ ദിവസം പോക്കാം. രാത്രി വല്ലതാണെങ്കിൽ പിന്നെ ഉറങ്ങിപ്പോക്കോളും എന്ന് വിചാരിക്കാം. നേരം വെളുക്കുമ്പോൾ ശരി. ഇത് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ഉള്ളതാകാം ഇല്ലാത്തതാകാം, നമ്മൾ ചെയ്തതാകാം ചെയ്യാത്തതാകാം, മനസ്സുകൊണ്ട് ചിന്തിച്ചതാകാം, ജീവിതത്തിൽ ഇന്നോളം ചിന്തിക്കാത്ത കാര്യമായിരിക്കാം. പക്ഷെ ഒരാൾ വന്നിട്ട്, എടി എന്നാലും നിന്റെ വീട്ടില് നിന്റെ മക്കള് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആണെന്ന് കേട്ടല്ലോ, ശരിയാണോടി? തീർന്നു, ആ സാധനത്തിന്റെ ആ ദിവസം തീർന്നു. പിന്നെ കിടക്ക തലയണക്ക നനഞ്ഞ് പിഴിഞ്ഞ് എടുക്കാവുന്ന സാധനം കിട്ടും. വാതിലൊക്കെ അടച്ചിട്ട് പിന്നെ കരച്ചില്ല. എന്നാലും അവൾ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഞാൻ ചിന്തിച്ച കാര്യമല്ല, ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ആലോചിച്ചിട്ടില്ല, അത് അങ്ങനെ കാര്യങ്ങളാണ് എന്നെ കുറിച്ച് പറഞ്ഞു നടക്കുന്നത്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
മനസ്സിന് ഒരു ആന്തരിക മനുഷ്യന് ബലം ക്ഷയിച്ചു പോയ അവസ്ഥ, പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, മനസ്സ് തളരുന്ന അവസ്ഥ. ജീവിതത്തിലും കുടുംബത്തിലും ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നഷ്ടങ്ങളും പരാജയങ്ങളും പ്രാർത്ഥിച്ചിട്ടും തടസ്സങ്ങളും നേരിടുമ്പോ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ജീവിതത്തിന്റെ സാഹചര്യമില്ലാത്ത ജീവിതത്തിന്റെ അനുഭവത്തിന്റെ നടുവിൽ മനസ്സ് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയ അനേക അച്ഛൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പിശാചിന്റെ ഏറ്റവും വലിയ കെണിയാ പ്രിയപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കുക, കെണി അവന്റെ കെണിയാ. നിങ്ങൾ ഇന്നലെ ആ പുസ്തകം കൊണ്ടുപോയി അറിയാം, പഞ്ചകന്റെ പഞ്ചതന്ത്രങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം തീർന്നൊന്നും എനിക്കറിയില്ല. ഇന്നലെ എടുത്ത് വെച്ചാൽ ഏതാണ് കുറച്ച് പുസ്തകം മാറ്റി വെച്ചത് അവിടെ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നുപോയി. പഞ്ചകന്റെ പഞ്ചതന്ത്രം കൊണ്ടുപോയവർ നിങ്ങൾ വായിക്കണം. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പിശാചിന്റെ ഒരു കെണിയാണ് പ്രിയപ്പെട്ടവരത്. കെണി നമ്മുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുക, നമ്മുടെ മനസ്സിന്റെ ബലം ക്ഷയിപ്പിക്കുക, നമ്മുടെ മനസ്സിന്റെ കരുത്തിനെ അടിക്കുക. അതോടെ മനസ്സ് തളർന്നു. മനസ്സ് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, സ്വാഭാവികമായ പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവും. ഒരു രോഗം വന്നാൽ മതി, തീർന്ന്. എൻ്റെ അച്ചോ ഇത് കണ്ടച്ചോ എന്നാ ചേച്ചി, ഞങ്ങൾ ക്യാരിസുമല്ലേ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരമ്മിച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു, ഷാജനച്ഛൻ എന്ന് പറയും. അച്ഛന് ഒരു ആക്സിഡൻ്റ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ മുട്ട് ഒന്ന് താഴേക്ക് അങ്ങോട്ട് മുറിച്ചു മാറ്റി. അപ്പോൾ ഒരു വെപ്പുകാലൊക്കെ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വെപ്പുകാലൊക്കെ വെച്ചു. അതുവരെ വെപ്പുകാലമൊന്നും ഇല്ലാതെ അച്ഛനിങ്ങനെ വടിയൊക്കെ സൈഡിൽ വെച്ചിട്ട് അവിടെ ഓഫീസിലിരിക്കും. ആരെങ്കിലൊക്കെ പ്രാർത്ഥിക്കാൻ വരുവാണെങ്കിൽ അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിച്ചു വിടും. അപ്പം അച്ഛൻ ലോഹയൊക്കെ ഇട്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയില്ല, കാലുണ്ടോ ഇല്ലെന്നൊന്നും ശ്രദ്ധിക്കുകയില്ല. ഇപ്പോൾ ഒരു അമ്മിച്ച് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര കരച്ചിലും നെലോളിയൊക്കെ ആയിട്ട് വന്നിട്ട്, അച്ഛാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛാ, ഭയങ്കര വേദനയാണ് അച്ഛോ, ഭയങ്കര അസ്വസ്ഥയാണ് അച്ഛോ. അച്ഛൻ ചോദിച്ചു, എന്നാ അസ്വസ്ഥ അമ്മിച്ച് പറ, അമ്മിച്ചിക്ക് എന്നാ പ്രശ്നം? അച്ഛാ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയച്ചോ, എനിക്ക് ജീവിക്കണമെന്നില്ലച്ചോ എന്നൊക്കെ പറയുന്നത്. ജീവിക്കണമെന്ന് പോലും ഇല്ലച്ചോ, എൻ്റെ കാല് കണ്ടോ അച്ചോ, നോക്കിക്കച്ചോ, ഇത് കണ്ടോ അലർജി പോലെ ഇങ്ങനെ ചൊറിച്ചിൽ കണ്ടോ അച്ചോ, ഇത് കണ്ടോ ഇച്ചിരി ഭാഗത്ത് ചൊറിഞ്ഞിരിക്കുന്നത്. അപ്പം അച്ഛനിങ്ങനെ സൂക്ഷിച്ച് നോക്കും, അവിടെയൊന്നും കാണാനൊന്നുമില്ല, കാണാൻ മാത്രമൊന്നുമില്ല. ഇത് കണ്ട അച്ഛൻ നോക്കച്ചാതെ ഇത് കാണച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാലൊക്കെ പൊക്കി കളയാം. എവിടെ അമ്മിച്ച് നോക്ക്. നമുക്ക് പറ്റുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുക. അതിന് പിന്നെ പറഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അച്ഛൻ പറഞ്ഞിങ്ങനെ അവിടെ ഒരു വടിയൊക്കെ ചരവിക്കുന്നത്. ഇതാരുടെ അച്ഛൻ ഈ വടി? പറഞ്ഞു അച്ഛൻ്റെ. എന്നാ പറ്റി അച്ഛന്? പ്രത്യേകിച്ചൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞു. അച്ഛൻ ലോഹം അങ്ങോട്ട് പൊക്കി കാണിച്ചപ്പോൾ കാലിന് മുട്ടിന് താഴേക്കില്ല. പിന്നെ അമ്മച്ചിയുടെ പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല. അയ്യോ അച്ഛാ, അച്ഛന് ഇത് എന്നാ പറ്റി അച്ഛാ? ഒരു ആക്സിഡന്റ് വന്നു, എന്നിട്ട് എന്നാ പറ്റി അച്ഛാ? കാലിന് പഴുപ്പ്, എന്നിട്ട് അങ്ങോട്ട് മുറിച്ചു. അയ്യോ, അച്ഛന് വിഷമമൊന്നുമില്ലേ, അച്ഛന് വേദനയൊന്നുമില്ലേ? വേദന ഉണ്ടെന്നും പറഞ്ഞ് പരാതിയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കോ? ഇത് തൻ്റെ ശരീരം ചൊറിയും ഇച്ചിരി ചൊറിച്ചിൽ വേണമെന്ന് നാട്ടുകാരെ മുഴുവൻ ചൊറിഞ്ഞുകൊണ്ടിരുന്ന കാര്യം മാറോ? ഇല്ല. ചിലവരൊക്കെ ഇച്ചിരി രോഗം വന്നാൽ അന്ന് ആ വീടിൻ്റെ അവസ്ഥ തന്നെ താളം തെറ്റും. നോക്കാൻ നിൽക്കുന്നവരെ തെറി, ചൂടുവെള്ളം കൊടുത്താൽ ചൂടുണ്ട് കൂടിപ്പോയതിന് തെറി, അത് അങ്ങനെ തണുത്തു പോയ തണുത്ത വെള്ളത്തിന് തെറി, സകലമായ മരുന്ന് കൃത്യസമയത്ത് കൊടുത്താൽ തെറി, കൊടുത്തില്ലേ തെറി. കാരണം എന്താ, ഈ രോഗം വന്നിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയ കാരിസ്മാനിൽ ഒരു സഹോദരി ക്യാൻസറാണ്. അപ്പോൾ ക്യാൻസറായിട്ട് വന്നതാണ്. ഇവർ അപ്പനും ഉണ്ട്, ഒരു മകളും ഒരു പെങ്കൊച്ചും ഉള്ളൂ. അപ്പം അപ്പൻ ജോലിയൊക്കെ താൽക്കാലികമായിട്ട് ലീവ് എടുത്ത് ജീവിത പങ്കാളിയെ നോക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് നിൽക്കുക. ഇവൾക്കൂടെ ഫുൾ ടൈം ആൾ വേണം. മകളും പഠിത്തം പാതി വെടിക്ക് നിർത്തി, അമ്മയെ നോക്കാൻ പോകും. ക്യാൻസറൊക്കെ അല്ലേ, കുറച്ച് നാൾ അമ്മയുടെ കൂടെ നിൽക്കാമെന്ന് കരുതി അപ്പനും മകളും കൂടി അമ്മയുടെ കൂടെ നിൽക്കുക. രോഗം വരുന്നതിന് മുമ്പ് വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഭയങ്കര തൻ്റെ ഇടമായിരുന്നു തള്ളയ്ക്ക്, ഭയങ്കര തൻ്റെ ഇടമായിരുന്നു. നല്ല കാര്യം, ഞാനാണ് വലിയ തൻ്റെ ഇടമായിട്ട് ഇങ്ങനെ വരച്ച വരിക്ക് നിന്നുകൊണ്ടിരുന്നതാണ്. രോഗം വന്നതോടെ കംപ്ലീറ്റ് ഡിസ്റ്റർബ്ഡായി. ഈ അപ്പനും നോക്കുന്നു, മകളും കൂടി നോക്കുന്നു, ജോലി പോലും കളഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് തിരിച്ച് കടത്താൻ പറഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറഞ്ഞാൽ, മകൾ വന്നിട്ട് ഒരു ഇച്ചിരി കൊടുത്തിരിക്കും. ഇങ്ങനെയാണോ എടുത്തിരിക്കുന്നത്? പയ്യ തിരിക്കടി. ഇങ്ങനെ പയ്യാണോ തിരിക്കുന്നത്? വേഗം തിരിക്കടി. പിന്നെ വേഗം തിരിക്കണം. പിന്നെ ഇതിനെങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒരു രക്ഷയില്ല. അവസാനം ഈ അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ
ഒരു രക്ഷയില്ല. അച്ഛൻ്റെ ഭാര്യ രോഗിയാണ്, അതിൻ്റെ വിഷമം ഞങ്ങൾക്കുണ്ട്. ക്യാൻസറാണ്, വേദനയുണ്ട്. ആ സഹോദരിക്ക് അതിൻ്റെ വിഷമമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ക്യാൻസറായ രോഗം വന്ന് ഇത്രയും ദിവസങ്ങളായില്ലേ, ഒരു രക്ഷയില്ല. പരാതി തന്നെ പരാതി, പെറുപെറുപ്പർ തന്നെ. എന്ത് ചെയ്തു കൊടുത്താൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്ത് ചെയ്തു കൊടുത്താൽ, ചില വീട്ടിലെ കണ്ടിട്ടില്ലേ, ചില അമ്മച്ചിമാർ പ്രായമായി കഴിയുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്തു കൊടുത്താലും നിങ്ങളുടെ നാത്തും വന്നു കഴിഞ്ഞ് പറയും, ഇടി എനിക്കൊരിറ്റ് വെള്ളം പോലും തരുന്നില്ലടി, ഇവിടെ എനിക്ക് ഭക്ഷണം തന്നിട്ട് 2 ആഴ്ചയായി. നല്ല ചക്കുരുള പോലെ തള്ള ഇരിക്കുന്നത്. എനിക്ക് 2 ആഴ്ചയായിട്ട് ഭക്ഷണം പോലും തന്നിട്ടില്ലടി, എന്നെ ഇവിടെ ഇട്ട് കൊല്ലോളൂടി. അയ്യോ, പറയുന്ന എന്ന അവസ്ഥയാണെന്നറിയാമോ? അതാ പ്രായത്തിൻ്റെ ഉണ്ടാകാം. നമ്മളിപ്പോൾ മരുമക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളത് അങ്ങോട്ട് വിട്ടേക്ക്. ഹല്ലേലൂയ. പ്രായമായ അപ്പനോ അമ്മയോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തിട്ടും, നിങ്ങൾ എന്ത് നന്മ ചെയ്തിട്ടും, നിങ്ങൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അവർക്ക് വേണ്ടി സഹിച്ചിട്ടും ഒരു നല്ല വാക്ക് കിട്ടുന്നില്ലേ, നിങ്ങൾ സന്തോഷത്തോടെ അതങ്ങോട്ട് സഹിക്ക്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യമാണ് നിങ്ങൾ അപ്പോൾ സൽക്കരിച്ചു വയ്ക്കുന്നത്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹമാണ് അവിടെ നിങ്ങൾ സമ്പാദിക്കുന്നത്. അതുകൊണ്ട് അത് കളയരുത്, കൊണ്ട് വൃദ്ധമന്ദിരത്തിലൊന്നും കൊണ്ട് ആക്കിയേക്കരുത്. തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യമായിരിക്കുന്ന ഐറ്റം, വീട്ടിലിരിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, എന്ത് പറഞ്ഞാലും ഏഷണിയും എന്ത് പറഞ്ഞാലും കുറ്റവും പറഞ്ഞ് എന്നാ ചെയ്താലും എന്നാ നല്ല ചെയ്താലും നിങ്ങളെ ഒരു നല്ല വാക്ക് പറയാത്തൊരു ഐറ്റം വീട്ടിലില്ലേ? ഈ സാധനം നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടി ദൈവം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഐറ്റം അണ്ട് കൊണ്ടുപോയി വൃദ്ധമന്ദിരത്തിലൊന്നും കൊണ്ടേ ആക്കിയേക്കരുത്. ഹല്ലേലൂയ. എന്നാ ചേട്ടൻ കൊണ്ടുപോക്കോ, ഞങ്ങൾ സഹിച്ചതിന് എടുത്തെടുത്ത്. അതുകൊണ്ട് കുറച്ച് നാൾ കൊണ്ട് ചേട്ടൻ കൊണ്ടുപോയി നോക്ക്, അപ്പം അറിയാല. പറയാറുണ്ട് ഞാൻ കുറേ. ഞങ്ങൾ ഏതായാലും വീതം എനിക്ക് എഴുതി തന്നേക്കുക. ഇപ്പം ഇളയ മകന് വീതം കൊടുത്തേക്ക, അമ്മയെ നോക്കണം. അത് കഴിയുമ്പോൾ അമ്മയുടെ വീതം ഇളയ മകന്. ഇളയ മകൻ പറഞ്ഞു, എനിക്ക് വീതവും വേണ്ട തള്ളേനും വേണ്ട, കുറച്ച് നാൾ ചേട്ടനൊന്ന് കൊണ്ടുപോയി നോക്ക്, അപ്പം അറിയാം അതിൻ്റെ വിഷമം. 2 സെന്റ് സ്ഥലം കിട്ടിയില്ലേലും കുഴപ്പമില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം, ചേട്ടൻ കൊണ്ടുപോയി നോക്കാൻ. അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടാകും. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവരുടെ അവസാന ശ്വാസം വരെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അവരെ ശുശ്രൂഷിക്ക്, അവരെ സ്നേഹിക്ക്. കർത്താവ് കാൽവരിയിൽ വെളിപ്പെടുത്തിയ ആ സ്നേഹത്തിൽ അവരെ ചേർത്ത് പിടിക്ക്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വർഗത്തിൻ്റെ സമ്പാദ്യമാണത്, നഷ്ടപ്പെടുത്തി കളയരുതേ. ഹല്ലേലൂയ. നഷ്ടപ്പെടുത്തരുത്. എന്തു കുറവുണ്ടെങ്കിലും ചേർത്ത് പിടിക്കണം, നഷ്ടപ്പെടരുത്. ശ്രമത്ത് പറഞ്ഞ ഹല്ലേലൂയ. അവസാനം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ആ ഐറ്റത്തിന് കൂട്ടിയിട്ട് ധ്യാനത്തിന് വാ. ധ്യാനം കഴിയുമ്പോൾ ചിലപ്പോൾ രക്ഷപ്പെടും, പെടുമില്ലെന്ന് എനിക്കറിയില്ല. എന്നാലും കർത്താവ് പ്രവർത്തിച്ച ഒരു മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ജീവിത പങ്കാളിയെ ഒരു ധ്യാനത്തിന് കൊണ്ടുപോകാം. ഞാൻ നോക്കാം അച്ഛാ, ശ്രമിക്കാം. അപ്പോൾ അവൾക്ക് 100 കൂട്ടം ഡിമാൻഡ്സ് ആണ്, എല്ലാത്തിനും 100 കൂട്ടം ഡിമാൻഡ്സ് ആണ്. ഇതെല്ലാം മീറ്റ് ചെയ്യാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ പറ്റുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുപോവാം, നമുക്ക് കൊടുക്കാവുന്നതിൻ്റെ ബെസ്റ്റ് കൊടുക്കാം. അങ്ങനെ നിർബന്ധിച്ച് ഒരു ധ്യാനത്തിന് കൊണ്ടുവന്നു. ധ്യാനത്തിന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യത്തെ ശുശ്രൂഷയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചേട്ടത്തി കടന്ന് ഇങ്ങനെ പിരിക്കുന്നുണ്ട്. എന്നാ നോക്കി കഴിഞ്ഞപ്പോഴേക്കും സഹോദരിക്ക് ഇതുപോലത്തെ കസേരയാണ് കാരിസ്മ ധ്യാന കേന്ദ്രത്തിലുണ്ടാകുന്നത്, ഇതുപോലത്തെ ഒരു കസേര. ആ സഹോദരി ആ കസേര എടുത്ത് ശുശ്രൂഷകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കൈയുള്ള കസേര വേണം, എങ്കിലേ ഇരിക്കാൻ പറ്റും. രോഗിയാണല്ലോ. പിന്നെ അപ്പുറത്തങ്ങാണ്ട് അച്ഛന്മാരുടെ മുറിയിൽ പോയിട്ട് കൈയുള്ള കസേര കൊണ്ടുവന്നിട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ സഹോദരി എഴുന്നേറ്റ് പറഞ്ഞ്, എനിക്ക് കുഷ്യനില്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഐറ്റത്തിന് കുഷ്യൻ കൊണ്ടുവന്ന് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞിട്ട് മുറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മഗ്ഗിൻ്റെ ഹോൾഡ് ചെയ്യുന്ന സാധനം പൊട്ടിയിരിക്കുക. കൊടുത്തു വിട്ടേക്കുക, നല്ല മഗ്ഗ് തരാൻ അച്ഛൻ്റെ അടുത്ത് പറയാൻ. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ, നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ഇതിനെ സഹിച്ച് മടുത്തു. 2 മണിക്കൂർ ആയിട്ടില്ല ഈ സാധനം ധ്യാനത്തിന് വന്നിട്ട്, അപ്പോഴേ നമ്മൾ ഇതിനെ മടുത്തു. ഈ അപ്പനെയും ഈ മകളെയൊക്കെ ശരിക്കും അവരൊക്കെ ഉടലോടെ എനോക്ക് പോയ പോലെ സ്വർഗത്തിൽ പോകും അല്ലേ, നേരെ ഉടലോടെ. കാരണം അത്രയും സഹിക്കുന്നില്ലേ, ഇത്രയും മാസങ്ങൾ, ഒരു 5-6 മാസമായിട്ട് ഈ അമ്മച്ചി ഈ സഹോദരിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന.
തൊട്ടതിനും പിടിച്ചതിനൊക്കെ പരാതി, പരിഭവം. ഒരു നല്ല വാക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ഇന്നോളം അതിൻ്റെ വായെന്ന് വന്നിട്ടില്ല. സ്വരമൃത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്തൊരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വന്നപ്പോ മനസ്സ് തളർന്നു. ജീവിതത്തിന്റെ സകല നന്മകളും കൈമോശം വന്നു. സ്നേഹിക്കാൻ പറ്റണില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കൂടപ്പിറപ്പുകളുടെയും കൂടെ നിൽക്കുന്നവരുടെയും നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സിനെ പിശാച് അന്ധമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വഞ്ചനയിലേക്കും അടിമത്തത്തിലേക്കും ഈ മകൾ മാറി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ജീവിതത്തിന്റെ സകല നന്മകളും കൈമോശം വന്നു പോയില്ല. ഒരു രോഗം വന്നതാ, ഒരു രോഗം വന്നു, ശരിയാണ്. ഞാൻ ചില അമ്മച്ചിമാരൊക്കെ വന്നിട്ട്, അച്ഛാ എനിക്ക് ഷുഗറാണ്, അച്ഛാ എനിക്ക് കൊളസ്ട്രോളാണ്, അച്ഛാ ഹാർട്ടിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അച്ഛാ കഥപ്പൊക്കെ ഉണ്ടെന്നൊക്കെ 10, 60, 65, 70 ആകുമ്പോൾ വന്ന് പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ അമ്മച്ചി എങ്ങനെയെങ്കിലും ചാകണ്ടേ, തീരണ്ടേ, മുഴുവൻ സമയത്ത് ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കാൻ പോവാണോ, പോകണ്ടേ, എങ്ങനെയെങ്കിലും മുകളിലേക്ക് പോകണ്ടേ, മുകളിലോട്ട് പോകണോ അച്ചോ, എന്തെങ്കിലും രോഗം വരാതെ പിന്നെ എങ്ങനെ പോകുന്നേ, ഇത് തീർന്നാലല്ലേ പോകാൻ പറ്റുമോ, എന്നാലും അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കും, ഇതൊക്കെ ഒന്ന് മാറട്ടെ അല്ലെ. മരിക്കാതെ എങ്ങനെ സ്വർഗത്തിൽ പോകുന്നത് അല്ലെ. പണ്ട് എന്തൊരു കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചു പോലെ, സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം, കൊച്ചു എഴുന്നേറ്റതുകൊണ്ട് ആദ്യം മരിക്കണം അല്ലെ. മരിക്കാതെ ആരാ സ്വർഗത്തിൽ പോകുന്നത്, മരിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ലോ. അപ്പൊ ചിലർ വിശുദ്ധ ജീവിതം നയിക്കണം, സ്വർഗത്തിൽ പോകാൻ പ്രാർത്ഥിക്കണം, ബാക്കിയുള്ള പിള്ളേർ പറഞ്ഞ് സ്വർഗത്തിൽ പോകാൻ അപ്പനമ്മേനെ അനുസരിക്കണം. ഇപ്പൊ ഒരു കൊച്ചു എഴുന്നേറ്റ് സ്വർഗത്തിൽ പോകാൻ മരിക്കണം, അതാണ് ശരിയാണ്, മരിക്കണ്ടേ. ഇതൊക്കെ തീരാതെ എങ്ങനെ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞങ്ങൾ ഈ ശരീരത്തിലാണെങ്കിലും ഞങ്ങളുടെ ജീവിതം ആത്മാവിൽ വെമ്പൽ കൊള്ളുകയാണ്. ഈ ശരീരത്തിൽ നിന്നും, ദുർഭകമായ ശരീരത്തിൽ നിന്നും ദൈവത്തോട് ഐക്യപ്പെടാനുള്ള ഒരു ആത്മീയ ഐക്യത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഈ ഭൂമിയിൽ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. കർത്താവ് കുറച്ചു നാളും കൂടി ഇവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ആത്മാവായ ദൈവത്തോട് ഐക്യപ്പെടാൻ ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഭൗമിക ശരീരങ്ങളുണ്ടെങ്കിൽ സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക വസതി ഉണ്ടെങ്കിൽ സ്വർഗീയ വസതിയുണ്ട്. ഭൗമിക ശരീരങ്ങളുടെ തേജസ് ഒന്ന്, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും നമ്മൾ ധരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ തന്നെ കിടന്നാൽ മതി. ഇതും കെട്ടിപ്പിടിച്ച്, ഈ മണ്ണും കെട്ടിപ്പിടിച്ച്, ഈ വീടും കെട്ടിപ്പിടിച്ച്, ഈ ഉണ്ടാക്കിയതും കെട്ടിപ്പിടിച്ച്, ഇതെല്ലാം കെട്ടിപ്പിടിച്ച് ഇവിടെ അങ്ങോട്ട് കിടന്നാൽ മതി എന്നുള്ള ചിലവരുടെയൊക്കെ ചിന്ത. ഹല്ലേലൂയ. എന്ന് ഈ ലോകത്തെ കെട്ടിപ്പിടിക്കുന്നതും കൈവിട്ടിട്ട് കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ ഒരു വ്യക്തി ഹൃദയത്തിൽ ഒരു ആഗ്രഹം എടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ലോകം അവന് തുച്ഛമായിട്ട് മാറും. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, യേശുവേ നിന്നെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞതാ, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, യേശുവിന്റെ സ്നേഹം കൂടുതൽ വിലയുള്ളതാകയാൽ ഈ ലോകത്തിന്റെ മറ്റെല്ലാം ഉച്ഛിഷ്ടം പോലെ ഞാൻ കരുതുന്നു. ഹല്ലേലൂയ. ഇപ്പൊ എങ്ങനെയാണെന്നറിയാവോ, ഈ ചവറും ഈ ചപ്പും ഈ ഉച്ഛിഷ്ടവും ഒക്കെ നമ്മുടെ ചങ്കി വെച്ചേക്കുക, ഇതാണ് നമുക്ക് വിലയുള്ളതെന്ന്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തരുന്ന സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നമ്മുടെ ആത്മാവ് തുടിക്കുന്നത്. നിത്യതയ്ക്ക് വേണ്ടിയോ, നിലനിൽക്കുന്നവയ്ക്ക് വേണ്ടിയോ, നിത്യജീവന് വേണ്ടിയോ, എന്നേക്കും വസിക്കേണ്ട വാസസ്ഥലം സ്വന്തമാക്കാൻ വേണ്ടിയോ ഒരു തുടിപ്പും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം കാണുമ്പോ, ഒരാഗ്രഹമില്ലാത്തതുപോലെ ചില ജീവിതങ്ങൾ കാണുമ്പോ, എല്ലാം ഇവിടെ അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്, ഇവിടെ എല്ലാം തീരുന്നില്ല, ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല, എല്ലാം ഇവിടെ തുടങ്ങുക. ഒന്നും ഇവിടെ തീരുന്നില്ല, ഒന്നും ഇവിടെ തീരുകയല്ല. കാരണം യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കം ചെയ്തു. 3-ാം ദിവസം ആ കല്ലറ ഭേദിച്ച് കർത്താവ് പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും പറ 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 കാണോട്ടാ. ഇപ്പോഴേ ചിലവർ മരിച്ചു, പിന്നെ എങ്ങനെയാണോ ജീവിക്കാൻ പോകുന്നത്?
ഇപ്പോഴേ മരിച്ചിരിക്കുന്ന ഐറ്റം പിന്നെ എങ്ങനെ ജീവിക്കും? പറ. നിങ്ങൾക്ക് ഇപ്പോഴേ ജീവനില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, അടുത്ത ജീവിതം, വരാനിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഈ ലോക ജീവിതത്തിൽ അവൻ്റെ ആത്മാവ് പൂർണ്ണ ജീവനോടെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആത്മാവിനോട് ഐക്യപ്പെട്ട് ജീവൻ നിലനിർത്തുന്ന ഒരു വ്യക്തി മാത്രമാണ് ഈ ലോക ജീവിതത്തിനപ്പുറവും ജീവിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അച്ഛൻ അറിയത്തില്ല. ഇച്ചിരൂടെ ലളിതമായ ഭാഷയിൽ അച്ഛൻ സംസാരിക്കാം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഈ ലോക ജീവിതത്തിൽ സ്വർഗത്തിന്റെ അനുഭവം സ്വന്തമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വരാനിരിക്കുന്ന ജീവിതത്തിൽ സ്വർഗം സ്വന്തമാക്കാൻ പറ്റൂ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കും, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ ഒരു വ്യക്തി യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ വരാനിരിക്കുന്ന യുഗത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും സ്വർഗമെന്ന് നമ്മൾ വിളിക്കുന്ന യേശുവിനോടുള്ള നിത്യമായ ഐക്യത്തിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. ഇവിടെ ഒരു ഐക്യവുമില്ല, ഈശോയുടെ ഒരു ഐക്യവുമില്ല, ഒരൈക്യം ഇവിടെ ഇല്ല. പിന്നെ അവിടെ ചെല്ലുമ്പോൾ മറ്റേ ഐക്യം കിട്ടുമോ? ഒന്നും നടക്കുകയല്ല. നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ തലക്കകത്ത് നടക്കുന്നത്. ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി. ചിലവരൊക്കെ സഹിക്കുന്നുണ്ട്, സഹിക്കുന്നില്ലെന്ന്. ചിലവരൊക്കെ അൽഫോൻസാമ സഹിക്കുന്നതിൽ കൂടുതൽ ചില കുടുംബത്തിൽ ചിലതൊക്കെ സഹിക്കുന്നുണ്ട്. വല്ല ഗുണമുണ്ടോ? ഇല്ല. ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല. ആർക്കും ഒരു ഗുണമില്ല. വീട്ടുകാർക്കും ഗുണമില്ല, സ്വന്തം ജീവിതത്തിനും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല, ഒന്നുമില്ല. എന്നാ സഹിക്കുന്നുണ്ടോ? പിന്നില്ലേ, ഇതിനപ്പുറം ഇനി എങ്ങനെ സഹിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതമാകുന്ന പാത്രത്തിൽ വിളമ്പുന്ന അനുദിന ജീവിതത്തിന്റെ സഹനങ്ങളെ സന്തോഷത്തോടെ ഒരു ദൈവ പൈതൽ സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊരു സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് സ്വർഗം നിന്നെ കൈപിടിച്ചുയർത്തുകയാണ്. നിനക്കിഷ്ടമുള്ളതും നിനക്കിഷ്ടമില്ലാത്ത വിഭവങ്ങൾ നിന്റെ പാത്രത്തിൽ ദൈവം വിളമ്പും. അതിനോടൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരു ദൈവ പൈതൽ തീരുമാനമെടുക്കുമ്പോൾ അവൻ സ്വർഗത്തിന്റെ മകനായി മകളായി ആ സമയത്ത് ഉയർത്തപ്പെടുകയാണ്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അല്ലാതൊരു പ്രശ്നം വരുമ്പോൾ പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞ് എല്ലാത്തിനും ചിലവരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ എന്തോരം ഡിസ്റ്റർബ്ഡാണ്, അത്രമാത്രം ഡിസ്റ്റർബ്ഡാണ്. മക്കളെ കുറിച്ച് ഓർത്താകുലത. അത് 3 മക്കളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു, അവിടെ കൊച്ചുമക്കളായി. ഇപ്പം ആ തള്ളയ്ക്ക് വേദന. ഈ കൊച്ചുമക്കളുടെ പഠനമാണ്. കുഞ്ഞുങ്ങൾ 4, 5 എന്നാലും പഠിക്കുന്നില്ല എന്നുള്ളതിന് വിഷമം. കാരിസ്മേലുണ്ട് ഒരു ചേച്ചി, എൻ്റെ ദൈവമേ, 2 പിള്ളേരുണ്ട്, മകന് 2 പിള്ളേരുണ്ട്. ഒരുത്തൻ 10ലായി, ഇളയത് 4, 5 വയസ്സേ ഉള്ളൂ. 10ാം ക്ലാസ്. ഞാനവിടെ 9 വർഷമായിട്ട് ഞാൻ കാരിസ്മേനിലുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് തലയ്ക്ക് തൊയിരം തന്നിട്ടില്ല ഈ തള്ള. വരുമ്പോൾ അവരും പറയുന്നുണ്ടോ, അച്ഛ അവനോട് പ്രാർത്ഥിക്കാൻ, അവൻ ഇരിക്കുന്നില്ല അച്ഛ പഠിക്കാൻ, ഇരിക്കുന്നില്ല അച്ഛ പഠിക്കാൻ, അവനൊന്നിനും മാർക്കില്ല അച്ഛോ. ഇത് തന്നെ 24 മണിക്കൂർ നമ്മളെപ്പോൾ കണ്ടാലും ഞാൻ ഓർക്കുന്ന ആ കുഞ്ഞിൻ്റെ അവൻ്റെ അവസ്ഥ. അവൻ എന്തെങ്കിലും കേരളത്തിന് പുറത്തു പോകാൻ പറ്റിയ അവനെ പിന്നെ ജീവിതത്തിൽ തിരിച്ചു കിട്ടുകയില്ല, ഉറപ്പാണ്. ആ വെള്ളം അടിച്ച് കോണം തെറ്റി വഴി കിടക്കുന്ന അവസ്ഥ കാണും. ഒരു സ്വാതന്ത്ര്യം. അയ്യോ, ഇപ്പം അപ്പൻ്റെ അമ്മ അടക്കം ഇവൻ ഒരുത്തരേ ഉള്ളൂ നോക്കാൻ. ഇവൻ 24 മണിക്കൂറും ഇവൻ മൂത്രമൊഴിക്കുന്നുണ്ടോ, ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് എങ്ങാൻ ടോയ്ലറ്റിൽ എക്സ്ട്രാ എടുത്ത തള്ള വന്നിട്ട് കൊട്ടു, എന്നതാണ് അവിടെ പണി, ഇറങ്ങി വാടാ. ഓ, ഈ കൊച്ചു വന്നിട്ട് പറഞ്ഞ ഇവര് പയ്യൻ വന്ന് പറയുന്ന ഇവരറിയുന്നില്ലോ, എൻ്റെ അച്ഛൻ എനിക്ക് മൂത്രമൊഴിക്കാൻ പോലുള്ള സമയം തരുന്നില്ല. മൂത്രമൊഴിക്കാനേ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങ് മൂത്രമൊഴിക്കാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുറകെ വരും. എന്നിട്ട് ആ വാതിക്ക് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എടാ മതിയടാ ബാ പഠിക്ക് വന്നിരുന്നു. ഇതിന് ഇരുന്നാൽ പഠിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. ഈ സാധനം പുസ്തകം തുറന്നു വെച്ചിരുന്നാൽ പഠിക്കാൻ പറ്റുമോ? എന്നിട്ട് മാർക്ക് കിട്ടുന്നില്ലെന്ന്. ഈ തള്ളയുടെ ഒക്കെ കയ്യിലിരിപ്പോണ്ട് അതിന് മാർക്ക് കിട്ടാത്ത.
ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കും. ഇവൻ പറയും, എന്താ വെച്ചാൽ ചൊറിഞ്ഞ് ഇങ്ങനെ വരും, നമുക്ക് പലതും പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ അടി ഞാൻ വേറെ മേടിക്കണം, അപ്പൻ്റെ അമ്മയാണല്ലോ, അതുകൊണ്ട് വല്ലതും പറയാൻ പറ്റും? ഒന്നും സമാധാനത്തോടെ ഇരിക്കുക. എല്ലാം കൂടി എൻ്റെ മക്കിട്ടാ കയറുന്നത്. എന്നെ അവസ്ഥയാന്ന് നോക്കിയാ പയ്യൻ്റെ ഒക്കെ. അതിനൊക്കെ ഒരു ഇച്ചിരി സ്വാതന്ത്ര്യം കിട്ടിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വീട്ടിൽ നമ്മൾ വളർത്തുമ്പോൾ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു ആത്മീയ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ മക്കളെ തല്ലണ്ടെന്ന് അച്ഛൻ പറയുന്നില്ല. മക്കളെ തല്ലണം, ശിക്ഷിക്കണം, ശിക്ഷിച്ച് വളർത്തണം. ഇന്ന് സ്കൂളിൽ ശിക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾ തലതെറിഞ്ഞു പോകുന്നത്. അയ്യോ, ടീച്ചർ വടിയെടുത്ത ടീച്ചർ സസ്പെൻഷൻ, വീട്ടിലിരുന്നാൽ മതി, പിന്നെ ജോലിക്ക് പോകണ്ട, അതിന്റെ കാര്യം തീരുമാനമായി. ഞങ്ങൾ ഇന്നുവരെ ഒരു വടി കൊണ്ടുപോലും എൻ്റെ കുഞ്ഞിനെ തല്ലിയിട്ടില്ല. അപ്പോഴാണ് സ്കൂളിൽ വിട്ടപ്പോ ടീച്ചർ വടിയെടുത്തിട്ട് അടിക്കൂന്ന് പറഞ്ഞു വെക്കുന്നു. അവളുടെ പിള്ളേരെ പോയി തല്ലിയാൽ മതി, എൻ്റെ പിള്ളേരും തള്ളണ്ട, വളർത്തിക്കോ. കുറച്ച് വളർന്നു കഴിയുമ്പോൾ കരണക്കുറ്റിക്കിട്ട് അടി കിട്ടും ഈ സാധനത്തിൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ചെറുപ്പത്തിൽ രണ്ടെണ്ണം കൊടുത്തിരുന്നെങ്കിൽ അന്നെങ്കിലും കൊടുക്കാം. ഇവിടെ കാരിച്ചൻ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് ഒരു ഫാമിലിയെ പരിചയപ്പെട്ടതാണ്. അവിടെ ഇംഗ്ലണ്ടിൽ ഒരു കുടുംബം, ഒരു മകൻ, അവിടെയൊന്നും ഇംഗ്ലണ്ടിലൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല, ഇംഗ്ലണ്ടിൽ തോണ്ടാൻ പോലും പാടില്ല പിള്ളേരെ ഒന്നും. മുഖത്തൊന്നും കർപ്പിച്ച് പറയാൻ പോലും പാടില്ല. അവരെങ്ങാൻ പോലീസ് സ്റ്റേഷനിൽ നമ്പറുണ്ട്, നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നാടാ വിളിച്ച്, ആരാ വിളിച്ച്, പെട്ടെന്ന് പോലീസ് വരും. എൻ്റെ അപ്പൻ എന്നോട് ദേഷ്യപ്പെട്ടു, പിടിച്ചുകൊണ്ട് പോകും, കൊണ്ട് ജയിലിൽ കൊണ്ടുപോയിടും. പിന്നെ അവിടെ കിടക്കണം, അതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റില്ല, അടിക്കാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. ഇവൻ എപ്പോഴും കമ്പ്യൂട്ടർ എടുത്തിട്ട് കമ്പ്യൂട്ടറിൽ ഇരുന്ന് പബ്ലിക്കായിട്ട് ബ്ലൂ ഫിലിം കാണുക. ഇതിങ്ങനെ കാണും. സഹി കെട്ടിട്ട് അപ്പം പറഞ്ഞാൽ നീ ഞാൻ നിന്റെ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കും പറഞ്ഞു. പപ്പ, അത് നടക്കുന്ന കാര്യമൊന്നുമില്ല പപ്പ, ഐ വിൽ കോൾ പോലീസ് എന്ന് പറയാം. ഞാൻ പോലീസിനെ വിളിക്കുന്നു. അപ്പോൾ വിളിക്കുന്നതൊന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ വല്ല നാട്ടിൽ പോയിട്ട് പോലീസിൻ്റെ ഇടിയും കൊണ്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ അത് പറയുമ്പോഴേക്കും പിന്നെ ശാന്തമാവും. എന്നാലും പുറകെ കടന്ന് പറയും. അപ്പോൾ ഇവൻ പറഞ്ഞ് അങ്ങോട്ട് പേടിപ്പിക്കും. സഹി കെട്ട് എത്ര നാളെന്ന് വെച്ചാൽ ഇവൻ കാണിക്കുന്ന കുരുത്തക്കേടിന് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, തല്ലാൻ പറ്റില്ല. എന്നിട്ട് ഒരു ദിവസം അപ്പം പറഞ്ഞു, അപ്പൻ്റെ അമ്മ ഭയങ്കര സീരിയസ് ആണ്, നാട്ടിൽ പോകണം, പെട്ടെന്ന് കാണണം, അതുകൊണ്ട് അമ്മയ്ക്ക് ലീവില്ല, നീ എൻ്റെ കൂടെ വരണം. അമ്മ അടുത്ത ആഴ്ച ലീവ് എടുത്ത് 2 ദിവസത്തിനുള്ളിൽ ലീവ് കിട്ടിയ ഉടനെ വരും, നമുക്ക് പെട്ടെന്ന് പോയിട്ട് അമ്മേനെ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നും ഇവന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ പുറത്തേക്ക് ഇറങ്ങി കാറി കയറ്റുന്നതിന് മുമ്പ് ഈ പയ്യനെ തലങ്ങും വിലങ്ങും അടിച്ച് പഞ്ചറാക്കി അപ്പൻ. അല്ലോ നീ കേസ് കൊടുക്കണം. അടുത്തിട്ട് അപ്പം പറഞ്ഞ, എനിക്ക് എൻ്റെ കഴിഞ്ഞ 3-4 വർഷത്തെ ദേഷ്യം മുഴുവനും ഒരൊറ്റ നിമിഷം അടിച്ച് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അവൻ അടിച്ച് അവിടെ ഇട്ട് പഞ്ചറാക്കിയിട്ട് പറഞ്ഞു, നീ പോയി കേസ് കൊടുക്കണം. നാട്ടിൽ ആര് ചോദിക്കാനാ അല്ലേ? ഇവിടെ ചോദിക്കുക, തന്തയും മകനും തമ്മിലുള്ള പ്രശ്നം അവരടിച്ച് തീർത്തോളൂ എന്ന് പറയും. അതുപോലെ അവൻ പറയും, ഞാൻ ആ നാട്ടിൽ കൊണ്ടുവന്ന് അവരുടെ 2 തല്ലിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയനെന്നാ പറഞ്ഞ ഈ തന്ത. അതുപോലെ ഭാരമായി. ഇവിടെ പിള്ളേരെ തോണ്ടാൻ പാടില്ല, അടിക്കാൻ പാടില്ല. ഞാൻ അവിടെ മാതാപിതാക്കൾ ക്ലാസ് എടുക്കുമ്പോൾ പറയും, നിങ്ങൾ ചെന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയണം, എൻ്റെ കുഞ്ഞിനെ തല്ലിക്കോ, പെർമിഷൻ കൊടുക്കണം, എൻ്റെ കുഞ്ഞിനെ തല്ലിക്കോ. ഹല്ലേലൂയ. വീട്ടിൽ ഒരു കുരുത്തക്കേട് കാണിക്കുമ്പോൾ നിങ്ങൾ തല്ലില്ലേ? കുഞ്ഞുങ്ങളുടെ 2ാമത്തെ വിദ്യാലയമാണ്, ആലയമാണ്. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ 2ാമത്തെ മാതാപിതാക്കൾ എന്ന് പറയുന്ന അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അവർക്ക് കുഞ്ഞുങ്ങളെ തല്ലാനുള്ള അധികാരം കൊടുക്കണം എന്നാണ് അച്ഛൻ പറയുന്നത്. ഹല്ലേലൂയ. കേന്ദ്രത്തിന്റെ നിയമം അതൊന്നും ഇവിടെ പ്രശ്നമല്ല. വചനം പറയുന്നതാണ്, കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തണം, അടിച്ചു വളർത്തണം. ചില മാതാപിതാക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വയലൻസ് കുഞ്ഞുങ്ങളുടെ മേലെ. അങ്ങനെ ചെയ്യരുത്. ഒരു മയമൊക്കെ കാണിക്കണം കേട്ടോ. അത് ചിലതൊക്കെ തല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഒരു പെട്ടിയിൽ ഇനി മൂടിയിട്ടാൽ മതി. എന്താച്ചോ എപ്പോഴും തല്ലൊന്നുമില്ല, വല്ലപ്പോഴേ തല്ലുള്ളൂ. എന്തിനാ വല്ലപ്പോഴും തല്ലുന്ന? ആ ഒരു തല്ല് മതിയല്ലോ. പിന്നെ 5 മാസത്തെ ഈ ഹോസ്പിറ്റലിലാണ് കിടപ്പ്, അടിച്ച് പഞ്ചറാക്കി. അപ്പനൊന്ന് തല്ലിയതാ. എന്നാടാ പള്ളിയിലൊന്നും വരാത്തെ? മുഖത്തൊക്കെ എന്നാടാ പാട്, ശരീരത്തിനൊക്കെ എന്നാടത്തരം പാട്? അതെ, അപ്പനൊന്ന് തല്ലിയതാ. ഓ, കണ്ട് 2 ആഴ്ച കണ്ടില്ല, 2 ആഴ്ച ഹോസ്പിറ്റലായിരുന്നു. ശരീരം മുഴുവൻ നീര് വന്ന് വീർത്തട്ടെ.
അതുപോലെ അങ്ങോട്ട് അടിച്ചു. വല്ലപ്പോഴേ അപ്പൻ അടിക്കുള്ളൂ. അമ്മ പിന്നെ എല്ലാ ദിവസവും അടിക്കും. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് 10 അടി, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു 10 സ്പെഷ്യൽ, അങ്ങോട്ട് പോകുമ്പടി ഇങ്ങോട്ട് പോകുമ്പടി വെറുതെ കടന്ന അടി, ഇരുന്നാൽ അടി, അത് അമ്മയുടെ സ്പെഷ്യലാണ്. പക്ഷേ അപ്പൻ അങ്ങനെ അടിക്കാറില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തതല്ല അച്ചോ, ഞാൻ പോയതല്ല. പക്ഷേ ഞാൻ ആ കൂട്ടായ്മയിലുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. പക്ഷെ അവൻ അതിനകത്തുണ്ടായിരുന്നു, ആ കൂട്ടുകെട്ടിലുണ്ടായിരുന്നു. അവൻ അതിനകത്തില്ല. പോലീസ് പിടിച്ചപ്പോൾ അവൻ്റെ വീട്ടിലും പോലീസ് കയറി വന്നു. അതാണ് വിഷയം. പക്ഷെ അവൻ ആ ബൈക്ക് മോഷണത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച സമയത്ത് ഈ പയ്യനില്ല, ലൈസൻസ് എടുക്കാൻ പ്രായമായിട്ടില്ല. പക്ഷേ ബൈക്ക് മോഷ്ടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് വെച്ചിട്ട് ഈ പിള്ളേരെല്ലാം കൂടി ബൈക്ക് എടുക്കും, കറങ്ങി കഴിഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ പിടിച്ചു. പിന്നെ പോലീസുകാരൊക്കെ കയറി ഇറങ്ങി വീട്ടിലൊക്കെ അവർ കൂട്ടുകാരൊക്കെ പൊക്കിയ സമയത്ത് ഇവൻ്റെ വീട്ടിലും ചെന്നു. അതാ അപ്പൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ മകനെ ഇന്നോളം എന്നെ തപ്പി പോലീസ് വന്നിട്ടില്ല. ഇവന് 15 വയസ്സായപ്പോഴേക്ക് ഇവനെ തപ്പി പോലീസ് വീട്ടിൽ വന്നേക്കുന്നു. ഒരു അപ്പൻ അങ്ങനെ സഹിക്കാൻ പറ്റും? കൊടുത്തു നല്ല കിണ്ണം കീറ്. അതോടുകൂടി തീരുമാനമായി. ഹല്ലേലൂയ. അങ്ങനെയൊന്നും തല്ലരുത്. ഒന്നും ചോദിച്ചില്ലെന്ന് പറഞ്ഞ്, നീ ഉണ്ടായിരുന്നോ ഇല്ലയോ, ഇതൊന്നും ചോദിച്ചില്ലെന്ന്. ചോദിച്ചൊന്നുമില്ല. പോലീസ് വന്നെന്ന് കേട്ടതോടുകൂടി അപ്പൻ പോലീസായി. അടിച്ചു പഞ്ചറാക്കി കളഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, മക്കളെ ശിക്ഷിച്ചു വളർത്തണം, കർത്താവിൻ്റെ ശിക്ഷണത്തിൽ വളർത്തണം. അതാണ് പോയിന്റ്. കർത്താവിൻ്റെ ശിക്ഷണത്തിൽ നമ്മുടെ മക്കളെ വളർത്തണം. നമ്മുടെ ശിക്ഷണത്തിലല്ല, നമ്മുടെ വൈകാരികതയുടെ ശിക്ഷണത്തിലല്ല, നമ്മുടെ ഇഷ്ടങ്ങളുടെ ശിക്ഷണത്തിലല്ല. എനിക്കെൻ്റെ മക്കളെ, ഞാൻ ഡോക്ടറാണ്, എൻ്റെ മകനെ ഡോക്ടറാക്കണം, അതല്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ചിന്താഗതി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ എന്തോ ആണ്, അതുകൊണ്ട് മക്കളെ അങ്ങനെ ആക്കണം. ചെയ്യരുത്. കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കണം. ഈ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ദൈവഹിതം എന്താണ്, അതന്വേഷിക്കണം. എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, അതന്വേഷിക്കണം. എൻ്റെ മകനെ കുറിച്ചുള്ള ദൈവഹിതം എന്താണ്, അത് ഒരപ്പനും അമ്മയെ അന്വേഷിക്കണം. അല്ല എൻ്റെ അപ്പൻ്റെ ഇഷ്ടം അമ്മയുടെ ഇഷ്ടം നടത്താനല്ല കുഞ്ഞുങ്ങളെ. എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ന് ഭാരപ്പെട്ട് കഴിയുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള കോഴ്സല്ല, അമ്മ നിർബന്ധിച്ചു, അപ്പൻ നിർബന്ധിച്ചു ഈ കോഴ്സിന് പോകാൻ. കാരണം എന്താ, വിദേശത്ത് പോകാം. എനിക്ക് വിദേശത്ത് പോകുന്ന ഇഷ്ടമല്ല, എനിക്ക് നാട്ടിൽ പണിയെടുത്താൽ മതി. അപ്പനമ്മയെ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ജീവിതം മുറിഞ്ഞ്, മനസ്സ് മുറിഞ്ഞ്, മാതാപിതാക്കളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ, അവരോടുള്ള ബന്ധം മുറിഞ്ഞ് ഇന്ന് മക്കളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം എന്താ, നിർബന്ധിച്ചു. എന്തിന്? അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് മാതാപിതാക്കൾ മക്കളെ നിർബന്ധിച്ചു. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ ശിക്ഷണത്തിൽ മക്കളെ വളർത്തണം. ഇത് കർത്താവിൻ്റെ ശിക്ഷണമൊക്കെ മാറി നമ്മുടെ ഇഷ്ടത്തിലുള്ള ശിക്ഷണമായി. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. ആത്മീയ സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കാൻ പറ്റും. ആത്മീയ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ 10 മിനിറ്റ് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. മറ്റേത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല. അച്ഛാ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നേരത്തെ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇപ്പം ഇരിക്കുമ്പോൾ ഒരു ജപമാല കഴിയുമ്പോഴേ 25 കൊട്ടുവായ അച്ഛൻ. പിന്നെ കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല അച്ഛൻ. ഇതൊക്കെ അങ്ങോട്ടാ പോയേ, ആരാ കൊണ്ടുപോയേ? ഓരോരോ അവസ്ഥ. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ ഇല്ല, ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കണ്ടോ, ചിന്തകളുടെ മേൽ പിശാച് അധികാരം എടുത്തു കഴിഞ്ഞു. ശരീരത്തിൻ്റെ മേൽ പിശാച് അധികാരമെടുക്കും. ലൈംഗിക വൈകൃതങ്ങളിലേക്ക്, മദ്യപാനത്തിലേക്ക്, ലഹരിയിലേക്ക്, കഞ്ചാവിലേക്ക്, പുകവലിയിലേക്ക്, സ്വയംഭോഗത്തിലേക്ക്, സ്വവർഗരതിയിലേക്ക്, മ്ലേച്ഛകരമായ പാപകരമായ ബന്ധങ്ങളിലേക്ക് കെട്ടിയിട്ടതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ സാത്താൻ വലിച്ചടച്ചു കൊണ്ടുപോകും, അവൻ്റെ ആധിപത്യത്തിലെത്തിക്കും. വിടുതൽ കിട്ടേണ്ട മേഖല, ഡെലിവറൻസ് സംഭവിക്കണം. ഒരു വിടുതൽ, ഒരു വിമോചനം ഈ മേഖലയിൽ കിട്ടണം. പ്രാർത്ഥിക്കണം, ശരിക്കും പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.